وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ ഇൽമിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി നാഥൻ നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വ്യത്യസ്തങ്ങളായ ചിന്താഗതികളെ, ആദർശങ്ങളെ സ്വീകരിച്ചവരും ആ ചിന്തകളെ, ആ ആദർശത്തെ ജീവിതത്തിൽ പുൽകുകയും ആ ആദർശം തന്റെ നിലപാടുകളെ സ്വാധീനിക്കുന്ന നിലയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ വൈവിധ്യം ഐഹിക ലോകത്തിന്റെ സവിശേഷതയാണ്. മനുഷ്യർക്കിടയിലാണ് ഇത് കൂടുതലും പ്രകടമാകുന്നത്. ഒരിക്കലും മലക്കുകൾക്കിടയിൽ ഈ വൈവിധ്യമില്ല.
ആദർശ വ്യതിയാനങ്ങളോ വിശ്വാസരാഹിത്യങ്ങളോ മലക്കുകൾക്കിടയിൽ ഇല്ല. ഐഹിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏർപ്പെടുത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ഇരുളും വെളിച്ചവും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും മനുഷ്യ സമൂഹത്തിനിടയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നേർവഴിയിൽ സഞ്ചരിക്കുക എന്നത് അസംഭവ്യമായ കാര്യമാണ്, സംഭവിക്കാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇക്കാര്യം വ്യത്യസ്ത രൂപങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നാം ഹിദായത്ത് നൽകുമായിരുന്നു, നേരായ വഴി കാണിക്കുമായിരുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, എന്നാൽ അങ്ങനെ സംഭവിക്കുകയില്ല. എന്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ളത് മനുഷ്യരെ കൊണ്ട് ജിന്നുകളെ കൊണ്ട് നരകം നിറക്കുമെന്നതു തന്നെയാണ്. ആ വാക്ക് സ്ഥിരപ്പെട്ടു പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ വിശ്വാസം, ഒരേ ആചാരം, ഒരേ അനുഷ്ഠാനം, ഒരേ വിശ്വാസം, അത് അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബാധ്യത തന്റെ ചുറ്റുപാടുകളിൽ നിന്ന്, താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് യഥാർത്ഥമായ വഴി, യഥാർത്ഥ പാത, സത്യമതം, സത്യമായ ആദർശം, സത്യമായ ആചാരം, സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി ഏത് എന്ന് കണ്ടെത്തലും അത് സ്വീകരിക്കലും അതിന്റെ വാഗ്ദാവായി അവസാനം വരെ നിലനിൽക്കലും ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയം ഇവിടെ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, എന്തുകൊണ്ട് സലഫി പ്രസ്ഥാനം ഈ ആദർശവും ഇതര ആദർശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ? തീർച്ചയായും നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ട ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത, അതിന്റെ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി മറ്റൊന്നുമല്ല, മനുഷ്യന്റെ കൈകടത്തലുകൾക്കത് വിധേയമാകാൻ പാടില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല. ഏതെങ്കിലും ഒരു സമൂഹം, ആ സമൂഹത്തിൽ ഉടലെടുത്ത ഒരു പുതിയ ചിന്താഗതി, ആ ചിന്താഗതിക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ആദർശമാണ്. ഒരിക്കലും മനുഷ്യബുദ്ധിയുടെ ഇടപെടലുകൾ ഇസ്ലാമിനില്ല. ഏതെങ്കിലും ഒരു നാഗരിക സമൂഹം, ആ സമൂഹത്തിന്റേതായ ആചാരങ്ങൾ, ആ ആചാരങ്ങൾക്ക് ഇസ്ലാമിൽ പ്രത്യേകമായ ഒരു സ്ഥാനവും ഇല്ല. നേരെ മറിച്ച് ദീനിന്റേതായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അവന്റെ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ആ പ്രവാചകന്മാർ ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുകയും ചെയ്ത ആദർശമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ 15-ാമത്തെ സൂക്തം, ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത്, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത് ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅനാ
ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്ത്. നമ്മുടെ സുവ്യക്തങ്ങളായ ആയത്തുകൾ, വ്യക്തമായ ആയാത്തുകൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ കഴിച്ചുകൂട്ടുന്നവർ, പരലോകമെന്നൊരു ലോകമുണ്ട്, വിചാരണയുടെ ഒരു നാളുണ്ട്, മനുഷ്യന്റെ നന്മതിന്മകളെ തൂക്കിക്കണക്കാക്കുന്ന ദിവസമുണ്ട്, മനുഷ്യന് സ്വർഗവും നരകവും വിധിക്കുന്ന ഒരു നാളുണ്ടെന്ന് പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾ പ്രവാചകനോട് ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ മറുത്തു പറയുന്നത്, ഓ മുഹമ്മദേ, ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ, ഈ ഖുർആൻ അല്ലാത്തൊരു ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി നീ കൊണ്ടുവന്ന് ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊന്ന് മയപ്പെടുത്തിക്കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ടുവാ, നീ പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇതല്ലാത്തൊരു ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തരണം. ഇത് അതെല്ലാം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത്തരക്കാർ, സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 15-ാം സൂക്തം. ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ബോധമില്ലാത്ത ചില ആളുകൾ, ആ ആളുകളുടെ ആവശ്യത്തിന് മറുപടി പറയുകയാണ്. എന്താണ് അവരുടെ ആവശ്യം? ഈ ഖുർആൻ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് ഈ ഖുർആനല്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തരണം, അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നു തരണം. അതിന് മറുപടി പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുന്നത്, ഖുൽ മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഖുൽ നബിയെ താങ്കൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്ക്, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഇത് അല്ലാഹുവിന്റെ മതമാണ്, റബ്ബിന്റെ ദീനാണ്, എന്റെ ഇഷ്ടപ്രകാരം ഇതിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല, അവകാശവുമില്ല. എന്റെ അഭീഷ്ടത്തിനനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തുവാൻ എനിക്ക് അധികാരമുള്ള മേഖലയല്ല ഇത്. നേരെ മറിച്ച് ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്കെന്താണോ വഹ്യ് നൽകപ്പെടുന്നത്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്, അതിനെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ധിക്കാരം പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കവുമല്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, റബ്ബിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇതിനെ മാറ്റുവാനോ ഇതിനെ മറിക്കുവാനോ മൂടിവെക്കുവാനോ ഞാൻ തയ്യാറല്ല. കാരണം ഇന്നി അഖാഫു ഇന്ന സൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചാൽ, എന്റെ റബ്ബിന് ഞാൻ എതിര് ചെയ്താൽ എനിക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്തുവാൻ ഞാൻ ഒരുക്കമല്ല, ഇത് മൂടിവെക്കുവാൻ ഞാൻ ഒരുക്കമല്ല, ഇത് മാറ്റിയിട്ട് മറ്റൊന്ന് അവതരിപ്പിക്കുവാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അവരോട് പറയൂ നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പറയാനുള്ള മറുപടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ ഇഷ്ടമല്ല ഇത് എന്റെ തീരുമാനമല്ല, ഇത് എനിക്ക് തോന്നിയത് പറയുകയല്ല. നേരെ മറിച്ച് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്താണോ എനിക്ക് വഹ്യ് നൽകപ്പെടുന്നത് അതിനെ പിൻപറ്റുകയല്ലാതെ ഞാൻ എന്റെ ഇഷ്ടം പറയുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി പറഞ്ഞത്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ പ്രവാചകൻ തന്നിഷ്ടപ്രകാരം പറയുന്ന ആളല്ല, തന്നിഷ്ടപ്രകാരമല്ല അദ്ദേഹം മതം പറയുന്നത്. നേരെ മറിച്ച് മതമെന്ന നിലക്ക് ആ പ്രവാചകൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന വഹ്യാണ്, അല്ലാഹുവിങ്കൽ നിന്ന് നൽകപ്പെടുന്ന ബോധനമാണ്. ആ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുരക്ഷിതമായി ലോകത്ത് വിശുദ്ധ ഇസ്ലാമിനെ സമർപ്പിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ തലമുറകൾക്ക്, ലോകത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ തന്നെ വഹ്യ് നൽകിയിട്ടുണ്ട്, പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അവസാന പ്രവാചകൻ അല്ലാഹു വഹ്യ് നൽകുമ്പോൾ, അവസാന പ്രവാചകൻ അല്ലാഹു വേദഗ്രന്ഥം നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുകയാണ്.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഇതിൽ സംഭവിക്കുകയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് നമുക്കറിയാം. ആ പ്രവാചകൻ കടന്നു വന്നു, ആ പ്രവാചകൻ ആ നാട്ടിൽ വന്നു, ആ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു, ആ പ്രവാചകൻ വേദഗ്രന്ഥമാ ജനതയ്ക്ക് കൈമാറി, ആ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയായി കഴിയുമ്പോൾ പൗരോഹിത്യം അവിടെ കടന്നു വരുന്നു. റുഹ്ബാൻ പുരോഹിതന്മാർ കടന്നു വരികയാണ്, അഹ്ബാറുകൾ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് അവർ മതത്തിൽ കൈകടത്തി പുതിയ വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി, പുതിയ ചിന്താഗതികൾ എഴുതിയുണ്ടാക്കി അത് വേദഗ്രന്ഥമായി അവതരിപ്പിച്ച് അത് അള്ളാഹുവിന്റേതാണെന്ന് വാദിച്ച് വേദഗ്രന്ഥത്തെ തന്നെ വികൃതമാക്കുന്ന അവസ്ഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ടവർ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, പിന്നെ അവർ പറഞ്ഞു ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന്. അള്ളാഹു അവതരിപ്പിച്ചതല്ല, സ്വന്തം കരങ്ങൾ കൊണ്ട് പുരോഹിതന്മാർ എഴുതിയുണ്ടാക്കി ഗ്രന്ഥങ്ങൾ ചൂണ്ടി അവർ തന്നെ പറഞ്ഞു ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, റബ്ബിങ്കിൽ നിന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഈ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയത്, മതത്തിൽ കൈകടത്തിയത്? എന്തിനാണെന്ന് ചോദിച്ചാൽ ലിയസ്തറൂ ബിഹി സമനം ഖലീല, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്, ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോകത്ത് ലഭിക്കാനുള്ള ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മതത്തിൽ അവർ കൈകടത്തിയത്. അത് സൂചിപ്പിച്ചിട്ടല്ല പറഞ്ഞു വവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കരങ്ങൾ കൊണ്ട പ്രകാരം ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയത് നിമിത്തം അവർക്ക് നാശം, അത് വെച്ച് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാല സമൂഹം വേദഗ്രന്ഥത്തിൽ കൈകടത്തിയത് എങ്ങനെയെന്ന്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തുക എന്നത് അവർക്ക് സാധ്യമാണ്. അവർ വിചാരിച്ചാലും അതിന് സാധിക്കുകയില്ല, ലോകം മുഴുവൻ വിചാരിച്ചാലും അതിന് കഴിയില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉറപ്പ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം, ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുക്കുകയാണ്. ലോകാന്ത്യം വരെ ആ പ്രമാണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്തുക തന്നെ ചെയ്യും. എന്നാൽ ആ വേദഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ, പ്രമാണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തീർച്ചയായും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യമാർഗം സ്വീകരിക്കുവാനുള്ള, അത് അവലംബിക്കുവാനുള്ള മാർഗങ്ങൾ നിലനിൽക്കവേ തന്നെ ഈ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ, വഴികേടുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പ്രമാണങ്ങൾ നേർക്കുനേരെ ലോകത്ത് നിലനിൽക്കുമ്പോൾ, ആ പ്രമാണങ്ങൾ നിലനിൽക്കവേ തന്നെ മുസ്ലിം സമൂഹത്തിൽ വ്യതിയാനങ്ങൾ, വഴികേടുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ച് അതിന്റെ വ്യക്തമായ നിർദ്ദേശം ഈ സമൂഹത്തിന് നൽകുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്തിനു വേണ്ടിയാണ് റസൂൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നത്? അതേ, മുസ്ലിം സമൂഹം അങ്ങനെ തന്നെ ആയിക്കൊള്ളും, അങ്ങനെ നശിച്ചു പോയിക്കൊള്ളും, അങ്ങനെ മുസ്ലിം സമൂഹം എന്നും നശിച്ചുകൊണ്ടേയിരിക്കണം എന്ന അർത്ഥത്തിലല്ല പ്രവാചകന്റെ പ്രവചനങ്ങൾ. നേരെ മറിച്ച് ലോകത്ത് ജീവിക്കാനിരിക്കുന്ന വിശ്വാസികൾ സ്വയം അവർ വിലയിരുത്തുവാനും തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന സൂക്ഷ്മതാബോധം നിലനിർത്തുവാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ റസൂൽ എന്ന് പറയുന്നത് നമുക്ക് കാണാം. തന്റെ സഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂൽ എന്ന് പറഞ്ഞത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാം ബിദിറാ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ തബിഅതുമൂഹും. റസൂൽ എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ നിങ്ങൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ഒരു ഡുമ്മിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വരെ നിങ്ങൾ അവരെ പിൻപറ്റും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് ഇത് പറയുമ്പോ സഹാബത്ത് റസൂലുള്ളയോട് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ,
ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി ഞങ്ങൾ പിൻപറ്റുമെന്നങ്ങ് പറഞ്ഞുവല്ലോ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരെന്നതുകൊണ്ടങ്ങ് ഉദ്ദേശിച്ചത് അൽ യഹൂദ വന്നസാറ, യഹൂദ നസറാക്കളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? ജൂത ക്രൈസ്തവരെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? അവരുടെ മാർഗം ഞങ്ങൾ അവലംബിക്കുമെന്നാണോ എന്ന് സഹാബത്ത് പ്രവാചകനോട് തിരിച്ചു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? അവരെ തന്നെ നിങ്ങൾ പിൻപറ്റും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂൽ എന്ന് പറയുകയാണ്. അവിടെയാണ് വ്യതിയാനം കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, അവനോട് നിർബന്ധമായും അല്ലാഹു പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതെന്താ? നിർബന്ധമായും ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ പാതയിലൂടെ നയിക്കണമേ. ആ പാതയേതാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ശാപത്തിന് വിധേയരായവരുടെ മാർഗമല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. ആരാണ് മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? മുഫസ്സിറുകളായ ആളുകൾ വ്യാഖ്യാനിച്ച് പറഞ്ഞു അൽ യഹൂദ്, അതുകൊണ്ടുള്ള ഉദ്ദേശം യഹൂദികളാണ്. അതുപോലെ തന്നെ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ ആ ളാല്ലീൻ, പിഴച്ചുപോയവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാ? അന്നസാറ, നസാറാക്കളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും അല്ലാഹുവേ എന്നെ നീ ചേർക്കരുത്, യഹൂദിയുടെ മാർഗത്തിൽ ചേർക്കരുത്, നസാറയുടെ മാർഗത്തിൽ ചേർക്കരുത് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി മുസ്ലിം സമൂഹം തന്നെ യഹൂദ നസറാക്കളുടെ മാർഗം പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്താളുകൾ കൊണ്ടു നടക്കുന്ന അബദ്ധവിശ്വാസം, ഇന്നും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധവിശ്വാസം, പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളെയും ന്യായീകരിക്കുവാൻ വേണ്ടി പുരോഹിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ഒരു ന്യായവാദം എന്താ? ഇവിടെ ഇസ്ലാം വന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അതേ നമ്മുടെ കൊടുങ്ങല്ലൂരിലെത്തി അവിടെ നിന്ന് ഇസ്ലാമിക പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ആ 14 നൂറ്റാണ്ടുകളായി തലമുറ കൈമാറി വന്ന ദീൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നും. എന്നാൽ ഈ തലമുറ കൈമാറി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനിടയിൽ പല വിശ്വാസരാഹിത്യങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഇസ്ലാമാണ് എന്ന് മുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ വെറുതെ ആരോപിക്കുകയല്ല. നേരെ മറിച്ച് ഏതൊരു പ്രദേശത്തേക്ക് ഇസ്ലാം കടന്നു വരുമ്പോഴും ആ ഇസ്ലാമിന്റെ തനതായ ആദർശം അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതിന് പകരം ആ നാട്ടിൽ നിലനിൽക്കുന്നതായ പല വിചാരധാരകളും ആ സമൂഹത്തിൽ കടന്നു വരികയും അത് ഇസ്ലാമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് ഞാനൊരു ആരോപണം പറയുകയല്ല. നേരെ മറിച്ച് ഹുസൈൻ എണ്ടത്താടി എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ വാഗ്ദാവാണ്, അദ്ദേഹം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പ്രത്യേകിച്ച് പൊന്നാനി തെരഞ്ഞെടുപ്പോടുകൂടി ഫേമസായ ഹുസൈൻ എണ്ടത്താടിക്ക് ഒരു പുസ്തകമുണ്ട്, അറിയപ്പെടാത്ത ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പൂങ്കാവനം ബുക്സാണ് ആ പുസ്തകം പുറത്തുവിട്ടിട്ടുള്ളത്. ആ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ 47ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നത് കാണാം, ഇസ്ലാം വിവിധ നാടുകളിൽ പ്രചരിച്ചപ്പോൾ അതത് നാടുകളിലെ പല ആചാരങ്ങളും മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിൽ സ്ഥാനം പിടിച്ചു എന്നാണ്. ഇസ്ലാം വ്യത്യസ്തങ്ങളായ നാടുകളിൽ പ്രചരിച്ചപ്പോ അതത് നാടുകളിലെ പല ആചാരങ്ങളും മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിൽ സ്ഥാനം പിടിച്ചു. ഇതുപോലെ സൂഫിസം വിവിധ മതചിന്തകളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ മതചിന്തകൾ പലതും സൂഫിസത്തിലും സ്ഥാനം പിടിക്കുകയുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിവിധ നാടുകളിൽ പ്രചരിച്ചപ്പോൾ ആ നാടുകളിലെ ആചാരങ്ങളും അതുപോലെ തന്നെ ആ നാടുകളിലെ മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായതുപോലെ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്ത സൂഫിസം എന്ന ചിന്താഗതി, ആ ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതി പല മതങ്ങളുമായി ബന്ധപ്പെട്ടു. ആ മതതത്വങ്ങളെ ആ സൂഫി ചിന്താഗതികൾ ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. അതാണ് പിന്നീട് നമ്മുടെ നാട്ടിലെ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി രൂപാന്തരപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി രൂപാന്തരപ്പെട്ടത് ഈ സൂഫിസമാണ് എന്ന് മാത്രമല്ല
ആ വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ നിന്ന് കടമെടുത്ത ചിന്തകളെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഹുസൈൻ രണ്ടത്താണ് വിശദീകരിക്കുന്നത് കാണാം. സൂഫികൾക്ക് ഹബ്സേദം എന്ന് പറഞ്ഞാൽ ശ്വാസം പിടിച്ചു നിർത്തൽ എന്നൊരു പരിപാടിയുണ്ട്. ശ്വാസം പിടിച്ചു നിർത്തണം. ആ ശ്വാസം പിടിച്ചു നിർത്തുക എന്നൊരു പരിപാടി സൂഫികൾക്കുണ്ട്. ബുദ്ധമതക്കാരുടെ പ്രാണായാമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ക്രമർ എന്ന ജർമ്മൻ സ്ഥാപിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ബുദ്ധന്മാർ അവർക്കുള്ള പ്രാണായാമം അത് കടമെടുത്തു സൂഫികൾ. എന്നിട്ടോ പേരുമാറ്റി ഹബ്സേദം. സംഗതി രണ്ടും ഒന്നാണ്. ഇത് ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് സൂഫിസം കടന്നു വന്നു. അവിടുന്ന് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയാണ്. മാത്രമല്ല വീണ്ടും ഇതിൽ വിശദീകരിക്കുന്നത് കാണാം. ഔറസ്റ്റൈൻ പറയുന്നത് ദർഗകളിലും ശവകുടീരങ്ങളിലുമുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ ബുദ്ധമതത്തിന്റെ അനുകരണമാണെന്നാണ്. ഇസ്ലാം പഠിപ്പിച്ചതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. നേരെ മറിച്ച് നമ്മുടെ ദർഗകളിലും ശവകുടീരങ്ങളിലും മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ ബുദ്ധമതത്തിന്റെ അനുകരണമാണെന്നാണ്. ഗുരുവിന്റെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തസവ്വുറേ ശൈഖ് എന്ന രക്ഷബന്ധി കർമ്മത്തിന് ബുദ്ധമതത്തോട് ബന്ധമുണ്ടത്രേ. ഏതെങ്കിലും ഒരു തരീഖത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ ആ തരീഖത്തിൽ മെമ്പറായവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഈ ചിന്തയുണ്ടാകണമെന്നാണ്. ആരെക്കുറിച്ചുള്ള ചിന്ത? തന്റെ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത. തന്റെ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത. ആ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ രൂപീകരിച്ചുകൊണ്ട്, മനസ്സിൽ നിലനിർത്തിക്കൊണ്ട്, തന്റെ ശൈഖിനെ മനസ്സിൽ കൊണ്ടുവന്ന് തന്റെ ശൈഖിനെ കണ്ടുകൊണ്ട് അവർ നടത്തുന്ന കർമ്മം അത് ബുദ്ധമതത്തോട് ബന്ധമുണ്ട് എന്നാണ്. ബുദ്ധമത കേന്ദ്രമായിരുന്ന ബുഹാറയ്ക്ക് സമീപമായിരുന്നു ലക്ഷബന്ധി തരീഖത്തിന്റെ ഗുരുവായിരുന്ന ഷെയ്ഖ് ബഹാഉദ്ദീന്റെ കേന്ദ്രവും കബറിടവും. സൂഫികളുടെ ജപമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തസ്ബീഹ്മാല ബുദ്ധഭിക്ഷുക്കളെ അനുകരിച്ചതാണെന്ന അഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ മറ്റു മതങ്ങൾ, മറ്റു മതചിന്തകൾ അത് ഇസ്ലാമിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നാണ് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിന്റെ പല സ്ഥലങ്ങളിലും എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അത് പിന്നീട് നമുക്കറിയാം തരീഖത്ത് പ്രസ്ഥാനങ്ങളായി നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നു. ആ തരീഖത്ത് പ്രസ്ഥാനം കുറച്ചുകാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ഇസ്ലാമാണ്, ഇത് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ കൈമാറി വരുന്ന ആചാരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ വിശ്വാസ രംഗത്ത് അതെ ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകൻ ഈ സമൂഹത്തിന് കൈമാറിക്കൊടുക്കാത്ത ചിന്താഗതികൾ കടന്നു വന്നു. പ്രവാചകന്റെ സ്ഥാനം ശൈഖുമാര് കൈയടക്കിയെന്നാണ്. പ്രവാചകന്മാരുടെ സ്ഥാനം ശൈഖുമാര് കൈയടക്കി. അതേ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് പ്രവാചകന്റെ ഷാഹിദാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോൾ എന്റെ സാക്ഷിത്വം സാധുവാകണമെങ്കിൽ ആ പ്രവാചകനെ ഞാൻ കാണണം. ആ അല്ലാഹുവിൽ ഞാൻ വിനയം പ്രാപിക്കണം. ആ അല്ലാഹുവിനെ പരിപൂർണമായി അറിഞ്ഞ ഇൻസാനുൽ കാമിലാകണം. മാത്രമല്ല ആ പ്രവാചകനെ കണ്ട വ്യക്തിത്വമാകണം. എങ്കിലേ ഷാഹിദാകൂ. ഇനി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടൊരുത്തന്റെ അടിമയാകണം. ഈ ചിന്താഗതി കടന്നു വന്നു. പ്രവാചകന്മാരുടെ സ്ഥാനം പോലും ആ സ്ഥാനം പോലും ശൈഖന്മാർ അവർ ആദരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു തരീഖത്ത് പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് തന്റെ ശൈഖിന്റെ മുന്നിൽ ഒരു മയ്യത്തിനെ പോലെ കിടന്നു കൊടുക്കണമെന്നാണ്. ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിലെ മയ്യത്ത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം ശൈഖിന്റെ മുന്നിലെ മുരീദ് എന്നാണ്. വലതുഭാഗത്തേക്ക് മയ്യത്തിനെ തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, ഒരിക്കലും അത് തിരിഞ്ഞു പോകൂല. അതുപോലെ ഇടതുഭാഗത്തേക്ക് മയ്യത്തിനെ തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും. അതുപോലെ ശൈഖ് എന്താണോ പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കണം ആര്? മുരീദ്. ഇത് ഞാൻ എന്റെ വകക്ക് പറയല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹുസൈൻ രണ്ടത്താണിയുടെ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ 77-ാമത്തെ പേജ്, അവിടെ കാണാം ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണ്. എന്നാൽ ലോകത്ത് അങ്ങനെ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ നിയമമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാളുടെ കൽപ്പനയും ആ പ്രവാചകന്റെ കൽപ്പനക്ക് തുല്യമായി ഉണ്ടാകില്ല. എന്നാൽ ഫവായിദുൽ ഫുമദ് എന്ന് പറയുന്ന തരീഖത്ത് ഗ്രന്ഥങ്ങൾ, ആ തരീഖത്തിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണ്. എത്രത്തോളം ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോളൂ. ഒരു വ്യക്തി ശൈഖ് ശിബിലിയോട് ശിഷ്യനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു മുരീദ്
ഒരു വ്യക്തി അദ്ദേഹം ശൈഖ് ശിബിലിയുടെ ശിഷ്യനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശിബിലി പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം, പക്ഷേ ഞാൻ കൽപ്പിക്കും പോലെ നിങ്ങൾ അനുസരിക്കണം. ശിബിലി പറയാം, നിങ്ങളെ എന്റെ മുരീദാക്കാം, പക്ഷേ ഞാൻ കൽപ്പിക്കുന്നത് പോലെ അനുസരിക്കണം. അത് കേട്ടപ്പോൾ വ്യക്തി സമ്മതിച്ചു, ഇയാൾ സമ്മതിച്ചു. എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കലിമ ചൊല്ലുക? ശിബിലി ചോദിക്കുകയാണ്, എങ്ങനെയാ നിങ്ങൾ കലിമ ചൊല്ലുക? ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അവന്റെ പ്രവാചകനാണെന്നും ഞാൻ കലിമ ചൊല്ലും. ആ സന്ദർഭത്തിൽ ഈ ശിബിലി പറയാ, പോരാ, അതല്ല കലിമ. പിന്നെന്താ കലിമ? അല്ലാഹു ഏകനാണെന്നും ശിബിലി അവന്റെ പ്രവാചകനാണെന്നും പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വശിബിലി റസൂലുള്ളാഹ് എന്ന് പറയണം. എങ്കിലേ കലിമയാകൂ. ശിബിലി ആവശ്യപ്പെടുകയാണത്. വ്യക്തി അപ്രകാരം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോ വ്യക്തി അപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കലിമയെ തന്നെ മാറ്റിക്കളഞ്ഞു. പരീക്ഷിക്കുകയാണ്, നിരീക്ഷിക്കുകയാണ്, നമുക്ക് പറ്റിയ ആണോ എന്ന് നിരീക്ഷിക്കുകയാണ് എന്നാണ്. അങ്ങനെ ഇയാൾ കലിമ മാറ്റി ചൊല്ലിക്കഴിഞ്ഞപ്പോ ഉടനെ ശൈഖ് പറഞ്ഞു, സഹോദര, ഞാൻ താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പാവപ്പെട്ടവൻ പ്രവാചക പ്രഭുവിന്റെ വിനീതനായ ഒരു സേവകൻ മാത്രമാണെന്ന് തങ്ങൾക്കറിയാമല്ലോ എന്ന് ശിബിലി പറഞ്ഞതാ. പിന്നെന്താണ്? ഒരു പരീക്ഷണം നടത്തിയതാ. എങ്ങനെയാ പരീക്ഷിക്കുന്നത്? ഷഹാദത്ത് കലിമയെ തന്നെ മാറ്റിയിട്ട്. ഈ ചിന്താഗതി മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഈ സൂഫിസം കടന്നു വന്നു, തരീഖത്ത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. ആളുകൾ നോക്കുമ്പോൾ ഇതാണ് ഇസ്ലാം. കാരണം വലിയ തലപ്പാവണിഞ്ഞ് നീണ്ട ദാടി വെച്ചുകൊണ്ട്, അതുപോലെ നീളക്കുപ്പായം ധരിച്ച്, ഒലുവാൻ പുകച്ച്, സുഗന്ധം പൂശി, അങ്ങനെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് വലിയ അതേ തത്വചിന്തയിലാണ് തങ്ങളുള്ളത്. അങ്ങേയറ്റം അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ച അവസ്ഥയിലാണ്. അങ്ങനെ പിച്ചുംപേയും പറഞ്ഞു നടക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഈ മനുഷ്യൻ പറയുന്നത് മുഴുവൻ ദീനായി ആളുകൾ കൊണ്ടു നടക്കുന്ന സാഹചര്യം. ആ സാഹചര്യം സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ ഇസ്ലാമിലില്ലാത്ത പല ചിന്താഗതികളും മുസ്ലിം സമൂഹത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വന്നു. അവതാര സങ്കല്പങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നു. വഹദത്തുൽ വുജൂദിന്റെ ചിന്താഗതികൾ കടന്നു വന്നു. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്മയുടെ ഏകത്വം എന്നാണ് അതിന് പരിഭാഷ നൽകപ്പെടാറുള്ളത്. ഉണ്മയുടെ ഏകത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന അദ്വൈതം, ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് എന്ന ചിന്താഗതി. ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ തരീഖത്ത് പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത ചിന്താഗതി വഹദത്തുൽ വുജൂദ്. എന്നാൽ അദ്വൈതമാണെന്ന് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അദ്വൈതമാണ് എന്നവർ സമ്മതിച്ചു തരുമോ? ഇല്ല, അദ്വൈതമല്ലത്, ഇത് അതിനേക്കാൾ മുന്തിയ സാധനമാണ് എന്നാണ്. ഉണ്മയുടെ ഏകത്വം, വഹദത്തുൽ വുജൂദിന്റെ ചിന്താഗതി ഈ സമൂഹത്തിൽ കടത്തിക്കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, ആ ചിന്താഗതിയുടെ ഭാഗമായി കൊണ്ട് അവതരിപ്പിച്ചു എന്ത്? അല്ലാഹുവിൽ വിലയം പ്രാപിക്കണം, ഇഷ്കുണ്ടാകണം, പ്രേമമുണ്ടാകണം. ആരെയാ പ്രേമിക്കേണ്ടത്? അല്ലാഹുവിനെ പ്രേമിക്കണം. ആരാ സംശയിക്കുക? ഒരാൾക്കെങ്കിലും സംശയമുണ്ടാകുമോ? അല്ലാഹുവിനെ പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തർക്കിക്കുമോ? ഇല്ല. കാരണം ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, തീർച്ചയായും വിശ്വാസികൾ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് ഖുർആൻ. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിച്ചവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആ വസ്തുക്കളെ സ്നേഹിക്കുകയാണ്. എന്നാൽ വിശ്വാസികളാകട്ടെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെയാണ് അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്, അല്ലാഹുവിനെയാണ് അവർക്കിഷ്ടം. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് സൂഫി, ഇഷ്ക്, പ്രേമം, അല്ലാഹുവിനെ പ്രേമിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ആരും തെറ്റിദ്ധരിച്ചില്ല. പക്ഷേ സൂഫി അതിന് കടന്നുപോയി, അതിന് വിട്ടുപോയി. എന്നിട്ടെന്താ പറഞ്ഞത്? അതേ, അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഏതെങ്കിലും മാനദണ്ഡത്തിലല്ല, നേരെ മറിച്ച് ഞാനാകുന്ന ഉപ്പുകെട്ട, സൂഫി പറയുന്നു, സൂഫി വിശദീകരിക്കുന്നു, ഞാനാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴമറിയാൻ വേണ്ടി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി. ഈ ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴമളക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഞാനാകുന്ന ഉപ്പുകെട്ട അല്പാൽപമായി അലിയാൻ തുടങ്ങി. അങ്ങനെ ആ അല്പാൽപമായി ഉപ്പുകെട്ട അലിഞ്ഞലിഞ്ഞലിഞ്ഞ് വിശാലമായ സമുദ്രത്തിലേക്ക് അങ്ങ് ചേർന്നു. ഇപ്പോൾ ഞാനും സമുദ്രവും രണ്ടല്ലാതായി മാറി. ഇതാണ് സൂഫി പറഞ്ഞ ഉദാഹരണം. എന്തിനാ ഇത് പറഞ്ഞത്? സൂഫിയാകുന്ന ഉപ്പുകെട്ട അള്ളയാകുന്ന ആ സാഗരത്തിലേക്ക്, അതിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ സൂഫിയാകുന്ന ഉപ്പുകെട്ട അല്പാൽപമായി ലയിക്കാൻ തുടങ്ങി.
അങ്ങനെ ലയിച്ച് 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 ആ ഉപ്പുകെട്ട സൂഫിയാകുന്ന ഉപ്പുകെട്ട ലയിച്ച് ലയിച്ച് അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അവസാനം അള്ളയും സൂഫിയും രണ്ടല്ലാതായി മാറി. അവസാനം ആ സൂഫി പറയുകയാണ്, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അള്ളാഹ്, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് അള്ളാഹ്, വേറെ അള്ളയില്ല. അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അള്ളാഹ്, ബാക്കിയെല്ലാം അള്ളയാണ്, അള്ളയല്ലാത്തതൊന്നുമില്ല, അള്ളയല്ലാത്തതൊന്നുമില്ല. അങ്ങനെയാണ് ഒരു പുതിയ ദിക്ർ സമൂഹത്തിൽ പ്രചരിച്ചത്. ഏതാണ് ആ ദിക്ർ? ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, മനസ്സിലാക്കണം, നിശ്ചയമായും കാര്യം അള്ളയല്ലാതെ ആരാധ്യനില്ലെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് സൂഫി പറഞ്ഞപ്പോഴെന്തായി? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളയല്ലാതൊന്നുമില്ല, എല്ലാം അള്ളയാണ്, എല്ലാം അള്ളയാണ്, എല്ലാം അള്ളയാണ്, അള്ളാഹുവാണ്. അള്ളാഹുവിൽ വിലയം പ്രാപിച്ചാൽ അങ്ങനെയാണ് നാം, അള്ളാഹുവിൽ വിലയം പ്രാപിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ആ വിലയം പ്രാപിച്ച മനുഷ്യൻ അവനാണ് ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചവനാണ് പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രത്യേകതകൾ ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. ആ പ്രത്യേകതകൾ ഉണ്ടാകുമെന്നാണ് ഇൻസാനുൽ കാമിലിന്. ആ പ്രത്യേകതകൾ ആവാഹിക്കാൻ കഴിയുമെന്നാണ്. കാരണം അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവനാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതിനോട് അവൻ പറയുക, കുമ്പി ഇതിനി, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക് എന്ന് പറയാവുന്ന ആ ക്വാളിറ്റിയിലേക്ക് ആ മനുഷ്യൻ ഉയരുമെന്നാണ്. ഈ ചിന്താഗതി സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നു. അത് പ്രചരിക്കാൻ തുടങ്ങി. അത് വ്യത്യസ്തങ്ങളായ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി സമൂഹത്തിൽ ഉടലെടുത്തു എന്ന് മാത്രമല്ല, ഓരോ തരീഖത്തുകളും അവരുടേതായ ചിന്താഗതികൾ, ആ ചിന്താഗതികൾക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു ശൈഖ് ഉണ്ടായി, ഇൻസാനുൽ കാമിലായി, അയാളുടെ മുന്നിൽ അതേ സ്വീകരിക്കുവാൻ വേണ്ടി, അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു മുരീദ് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാ. നിങ്ങൾ നോക്കൂ, ശിഷ്ടികൾ എന്ന് പറയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തലമുണ്ടനം ചെയ്യണം, മുട്ടയടിക്കണം, തലമുണ്ടനം ചെയ്യണം, തലയിലെ മുടികൾ നീക്കണം. ഇസ്ലാമിൽ ഹജ്ജുമായി ഉംറയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് തഹലീലാകാൻ വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത നിലക്ക് തലമുണ്ടനം ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിരോധമുള്ള കാര്യമാണ്. എന്നാൽ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഈ ശൈഖിന്റെ മുരീദാകാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വം സ്വീകരിക്കുന്നവരുടെ തലമുണ്ടനം ചെയ്യുന്ന പതിവ് മഹലൂക്ക് ഖർദൻ ശിഷ്ടികൾക്കുണ്ടായിരുന്ന പേരതാണ്. മഹലൂക്ക് ഖർദൻ, സർവസ്വവും ദൈവത്തിന് സമർപ്പിക്കാൻ സന്നദ്ധനാണെന്നതിനുള്ള ബാഹ്യപ്രകടനമാണിത്. അപ്പൊ ഒരു മുരീദ് ചെന്നാൽ ആദ്യം തലമുട്ടയടിക്കണമെന്നാണ്. ശേഷം കിഴക്കോട്ട് മുഖം തിരിച്ച് പായിലോ വിരിപ്പിലോ ഇരിക്കും. ശിഷ്യത്വം ആഗ്രഹിക്കുന്നയാൾ അഥവാ മുരീദ് ശൈഖിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് മുഖമായി ഇരിക്കും. എന്നിട്ട് ഇരുവരുടെയും പെരുവിരൽ തൊട്ടിരിക്കും വിധം ശൈഖ് ശിഷ്യന്റെ വലതുകരം പിടിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ശൈഖ് തന്റെ മേൽമുണ്ട് നീട്ടും. അതിന്റെ ഒരറ്റത്ത് ശൈഖും മറ്റേ അറ്റത്ത് ശിഷ്യയും പിടിക്കും. വേറെ ചില ആളുകൾ ഡയറക്റ്റാണെന്ന. ഇനി അതല്ല, ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ രൂപത്തിൽ തുണി പിടിക്കലാണ്. പ്രതിജ്ഞാകർമ്മത്തിന് ശിഷ്യൻ ശൈഖിന്റെ മുമ്പിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വയസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശൈഖിന്റെ മുന്നിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കണം. എന്തൊക്കെയാ കാഴ്ചവെക്കുന്നത്? ഒരു സ്യൂട്ട് വസ്ത്രം, ഏതുമാകാം, ഒരു സ്യൂട്ട് വസ്ത്രം, സിൽവ, മാത്രമല്ല പണം, മലര്, മധുരപലഹാരം, ചന്ദനം, പുഷ്പങ്ങൾ, കുന്തിരിക്കം തുടങ്ങിയവ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. പ്രതിജ്ഞയുടെ അഥവാ ബൈഅത്തിന്റെ ആദ്യപടിയായ ശിഷ്യൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്ന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നിശ്ചിത പ്രാവശ്യം ആവർത്തിക്കണം. പിന്നെ പ്രത്യേക ഖുർആൻ വചനങ്ങൾ ഉരുവിടുന്നു. എന്നിട്ടാണ് പ്രതിജ്ഞ. അതിൽ മുരീദ് ഇപ്രകാരം പറയും. ബൈഅത്തിൽ എന്താ പറയേണ്ടത്? അറിഞ്ഞുമറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും തൊട്ട് ഞാൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്നു, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും എന്റെ ശൈഖിന്റെയും മുമ്പിൽ വെച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി ഒരു തെറ്റും ചെയ്യില്ല.
ശേഷം തന്റെ തരീക്കത്തിലെ എല്ലാ മുൻഗാമികളുടെയും നാമങ്ങൾ വംശാവലി പ്രകാരം ശൈഖ് ഉരുവിടുന്നു. വംശാവലി പ്രവാചകന്റെ കാലം വരെ നീണ്ടുപോകും. എന്നിട്ട് ശിഷ്യനോട് ചോദിക്കും, ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ അതെ എന്ന് ശിഷ്യൻ പറയും. അതെ, ഇന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നത് പോലെ ശൈഖ് ചോദിക്കാൻ ഈ പറയുന്ന എല്ലാ ശൈഖുമാരെയും സ്വീകരിക്കാൻ സമ്മതമാണോ? ആ സന്ദർഭത്തിൽ സമ്മതമാണ്. ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാമെന്ന് അയാൾ പറയും. എന്നിട്ട് ശൈഖ് വീണ്ടും പറയാണ്, എന്നെ വഴികാട്ടിയായി അംഗീകരിക്കാൻ തയ്യാറാണോ? ശിഷ്യൻ അതെ എന്ന് പറയും. അതോടെ പ്രതിജ്ഞ തീരുകയാണ്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ശൈഖ് ഒരു ഗ്ലാസ് മധുരപാനീയം എടുത്ത് അതിൽ ഖുർആൻ വചനങ്ങൾ ജപിച്ച ശേഷം അല്പം സ്വയം കുടിക്കുകയും ബാക്കിയുള്ളത് ശിഷ്യന് നൽകുകയും ചെയ്യും. ശിഷ്യൻ അത്യാദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഗ്ലാസ് വാങ്ങി പാനീയം മുഴുവൻ കുടിക്കും. ശേഷം നന്ദി സൂചകമായി ശൈഖും ശിഷ്യനും നിസ്കാരം നിർവഹിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ. ആ ചടങ്ങുകൾ ഈ രൂപത്തിൽ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ തന്റെ തരീഖത്തിൽ ചേരുന്നയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തന്റെ അടിമയാക്കി മാറ്റുക എന്ന പ്രവർത്തനമാണ് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത ചിന്താഗതികളുമായി കടന്നു വന്നു. ആ ചിന്താഗതികൾ മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. യഥാർത്ഥമാകട്ടെ ഒരിക്കലും ഇസ്ലാമിക സമൂഹം പറഞ്ഞതോ പഠിപ്പിച്ചതോ പ്രവാചകന്മാർ സമൂഹത്തിന് കൈമാറിയതോ ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ പല നൂതന വിശ്വാസങ്ങളും ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വഴി കടന്നു വന്നു. പല തരീഖത്ത് പ്രസ്ഥാനങ്ങളും അവരുടെ ബൈലെ ആയി പ്രഖ്യാപിച്ചത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മാലകളും മൗലിദുകളുമാണ്. നമ്മുടെ നാട്ടിൽ മാലകളും മൗലിദുകളും പ്രചരിച്ചത് ഇത്തരത്തിലുള്ള തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വഴിയാണ്. അഥവാ ഖാദിരിയ തരീഖത്ത്, ആ ഖാദിരിയ തരീഖത്തിന്റെ ആളുകള് മുഹീദ്ദീൻ മാലയുണ്ടാക്കി. റിഫായിയ തരീഖത്തിന്റെ ആളുകള് അവർ റിഫായി മാലയുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ മഞ്ഞക്കുളം ശൈഖ് വന്നു. അപ്പോൾ മഞ്ഞക്കുളം ശൈഖിന്റെ മാലയുണ്ടാക്കി. അങ്ങനെ ഓരോ ശൈഖന്മാരും ഇങ്ങനെ വന്നപ്പോൾ അവരുടേതായ മാലകളും മൗലിദുകളും അതുപോലെ തന്നെ കിസ്സപ്പാട്ടുകളും സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ആളുകൾ വായിച്ചതും ആളുകൾ മതമായി പഠിച്ചതും ഈ കിസ്സപ്പാട്ടുകളും അതുപോലെ തന്നെ ഈ മാലകളും മൗലിദുകളുമായി അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ചൈതന്യമെന്ത് എന്ന് അറിയാൻ സാധിക്കാതെ പോയ, പഠിക്കാൻ സാധിക്കാതെ പോയ ഒരു സമൂഹം ഇവിടെ ഉടലെടുത്തു. ആ സമൂഹത്തെ സ്വീകരിക്കുവാൻ, ആ സമൂഹത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് കേരളത്തിൽ ഒരു സംഘടന രൂപപ്പെട്ടത്. അതാണ് സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന. ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്തിന്? ഈ സംഘടന സമൂഹത്തിൽ, ഈ പ്രസ്ഥാന സമൂഹത്തിൽ കടന്നു വന്നത് എന്തിന്? ഇത്തരത്തിൽ കടന്നു വന്ന മുഴുവൻ ചിന്താഗതികളെയും ന്യായീകരിക്കുവാൻ, ഇത്തരം ചിന്താഗതികളെ എല്ലാ നിലക്കും പരിപോഷിപ്പിക്കുവാൻ, ഇത്തരം ചിന്താഗതികൾക്ക് ന്യായാന്യായങ്ങൾ കണ്ടെത്തിക്കൊടുക്കുവാൻ, അതിനുവേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ സുന്നത്ത് അതങ്ങനെ തന്നെ പറയുക എന്ന ഉദ്ദേശത്തിലല്ല. അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പറയുക എന്ന നിലയിലല്ല സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ഇവിടെ ആളുകൾ ആചരിച്ചു വരുന്ന വിശ്വാസമുണ്ട്, ആളുകൾ കൊണ്ടു നടക്കുന്ന വിശ്വാസമുണ്ട്, ആളുകൾ പരിപാലിച്ചു വരുന്ന വിശ്വാസമുണ്ട്. അത് മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കൊണ്ടുവന്നതാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അന്നു മുതൽ ഇന്ന് വരെ ക്രമാനുഗതമായി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ള, സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുള്ള ഈ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, മാമൂലുകളെ നിലനിർത്തുവാനും അത് ആചരിക്കുവാനും അത് കൊണ്ടു നടക്കുവാനുമാണ് ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിൽ കടന്നു വന്ന ആദർശങ്ങൾ, ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആദർശങ്ങൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതോ പഠിപ്പിച്ചതോ അല്ല. അത് തരീഖത്ത് പ്രസ്ഥാനമാകട്ടെ, മദ്ഹബി പക്ഷമാദിത്വമാകട്ടെ, അതിനു പുറമെ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള ആചാരങ്ങളാകട്ടെ, ഒരിക്കലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, പഠിപ്പിച്ചതല്ല, മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കൊണ്ടുവന്നതുമല്ല. നേരെ മറിച്ച് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായ അവസ്ഥ. ആ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക വിജ്ഞാനകോശം. പൂങ്കാവനം പബ്ലിക്കേഷൻ പുറത്തുവിട്ട ഇസ്ലാമിക വിജ്ഞാനകോശത്തിന്റെ 1-ാം വാള്യം. ആ 1-ാം വാള്യത്തിൽ 78-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ഇന്ത്യ രാജ്യത്തുണ്ടായത് വരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, മതം മാറിയ ജനം പൂർവ്വ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി എന്നാണ്. മതം മാറിയ ജനം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവരുടെ പൂർവ്വ ആചാരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. ഇരിപ്പിലും നടപ്പിലും ഇത് ദൃശ്യമായി. വിദേശ മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നു. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായി എന്നാണ്.
മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം ഒറിജിനൽ ഇസ്ലാമിയത്തല്ല, നേരെ മറിച്ച് അത് മിശ്രിതമായി എന്നാണ്. അതിന് ഉദാഹരണത്തിൽ വിശദീകരിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അതിന് എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം എന്താണെന്നറിയോ? ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം മുസ്ലിങ്ങളിലും എത്തിയതാണ്. ഇസ്ലാം പറഞ്ഞെന്താ? വിവാഹം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുക്കണം, പെണ്ണിന് കല്യാണം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പെണ്ണിനെ കെട്ടാൻ, പെണ്ണിനെ കൊണ്ടുപോകാനെന്നാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളക്കരയിൽ എന്താ നമ്മുടെ ആചാരം? എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ നിലപാട്? കല്യാണം കഴിക്കണമെങ്കിൽ വരന് പൈസ ഇങ്ങോട്ട് കൊടുക്കണം. ആര് കൊടുക്കണം? പെണ്ണിന്റെ വാപ്പ കൊടുക്കണം, ഇല്ലെങ്കിലോ കെട്ടൂല. ചെക്കൻ പറയാണ് എത്ര വേണം? 5 ലക്ഷം വേണം, 50 വേണം, കാറ് വേണം, പറമ്പ് വേണം, വിസ വേണം. ചെറുക്കൻ ആവശ്യപ്പെടുകയാണ്, ഈ പയ്യൻ ചോദിക്കുകയാണ്, ഇരന്നു വാങ്ങുകയാണ്. ചോദിക്കാൻ അവകാശമുണ്ടത്രേ. മുസ്ലിം സമൂഹത്തിനിടയിലെ ഈ സ്ത്രീധന സമ്പ്രദായം ആര് കൊണ്ടുവന്നു? ഏത് മാലിക് ഇബ്നു ദീനാറും കൂട്ടരെ ഇത് പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാണ് ഇത് പഠിപ്പിച്ചത്? പക്ഷെ മുസ്ലിം സമൂഹത്തിന് അത് വ്യാപകമായി. ഈ സ്ത്രീധനം കൊടുക്കുന്ന സദസ്സുകളിൽ അൽഫാത്തിഹ വിളിക്കാൻ വല്ലമാരുണ്ട്. സ്ത്രീധനം കൈമാറിക്കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് കേൾക്കാം അൽഫാത്തിഹ, എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് ബർക്കത്തിന് വേണ്ടി ദുആ ഇറക്കുകയാണ്. എന്തിന്? ഈ സ്ത്രീധനം കൈമാറിയതിന്. അപ്പോൾ സമൂഹത്തിന്റെ അംഗീകാരത്തോടെ തന്നെ സമൂഹത്തിൽ സ്ത്രീധന സമ്പ്രദായം വളർന്നു പടർന്നു പന്തലിച്ചു. എങ്ങനെ വന്നു ഈ സംസ്കാരം? ആര് പഠിപ്പിച്ചു ഈ സംസ്കാരം? മാലിക് ഇബ്നു ദീനാർ കൊണ്ടുവന്നതാണോ? അല്ല. മുഹമ്മദ് നബി പഠിപ്പിച്ചതാണോ? അല്ല. സമൂഹത്തിൽ നിലനിന്നതാണ്. അതിനെവരെ ഇന്നും ന്യായീകരിക്കുന്ന ഏകപ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്തയാണ്, അല്ലേ? തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ടാണ് മുസ്ലിയാരെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഒരാൾ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചൊരാൾ തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ വേറൊരു മുസ്ലിയാൻ എണീറ്റ് പറഞ്ഞത് അയാൾക്ക് കിട്ടിയില്ല, അയാൾ പെട്ടു, അതുകൊണ്ട് മറ്റുള്ളവരും പെടണമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ട് മൂപ്പര് പെട്ടതുപോലെ മറ്റുള്ളവരും പെടും എന്ന് അത് വിചാരിച്ചുകൊണ്ടാവും ചോദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചവൻ പെട്ടുപോയി, അതുകൊണ്ട് അതുപോലെ മറ്റൊരുത്തരും പെടാനിക്കണ്ട എന്നാണ് മുസ്ലിയാർ കൊടുക്കുന്ന സൂചന. അതിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത സംസ്കൃതികൾ മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു ബിൽ ഉമ്മത്തി ബിൽ മുശ്രികീൻ. ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിൽ നിന്നൊരു സമൂഹം മുശ്രിക്കുകളുമായി സന്ധിയാകാതെ, മുശ്രിക്കുകളുമായി അവർ യോജിപ്പിലെത്താതെ, അവരുമായി സന്ധിയാകാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ, വിഗ്രഹങ്ങളെ പൂജിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലോകാവസാനം സംഭവിക്കും. ആ സംഭവിക്കുന്നതിന് മുമ്പായി ലോകത്ത് സംഭവിക്കേണ്ടതെന്താ? എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിയാകും. എന്ന് മാത്രമല്ല, അവർ വിഗ്രഹാരാധന വരെ നടത്തുമെന്നാണ്. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു, ലാ യദഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദൽ ലാത്തു വൽ ഉസ്സാ. ലാത്തയും ഉസ്സയും രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും. ഓരോ രാവും ഓരോ പകലും കഴിയും തോറും, ഓരോ ദിനങ്ങൾ മാറി മാറി പോകും തോറും ലാത്ത രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും, ഉസ്സ രണ്ടാമത് ഇവിടെ ആരാധിക്കപ്പെടും. നമുക്കറിയാം മക്കം ഫതഹിന്റെ ദിവസം, ആ മക്കം ഫതഹിന്റെ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തെത്തിയിട്ട് ആ കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് ആ താക്കോൽ പ്രവാചകൻ വാങ്ങിയിട്ട് ആ കഅബാലയത്തിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറിയിട്ട് ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ച ഏറ്റവും വലിയ വിഗ്രഹമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം പ്രവാചകൻ തന്റെ തൃക്കരം കൊണ്ട് പിടിച്ച് വലിച്ചു പുറത്തേക്കിട്ടു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം വലിച്ചു പുറത്തേക്കിട്ടു. മൂന്നാമതായി പ്രവാചകൻ കൈവച്ച വിഗ്രഹം ലാത്തയുടെ വിഗ്രഹമാണ്. പിന്നെ കൈവച്ച വിഗ്രഹം ഉസ്സയുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹങ്ങളെ വലിച്ചു പുറത്തേക്കിട്ടിട്ട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് തല്ലിത്തകർത്ത ലാത്തയുടെ വിഗ്രഹം രണ്ടാമത് ഇവിടെ ഉണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ഉസ്സയുടെ വിഗ്രഹം രണ്ടാമതുണ്ടാക്കി വെച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകും. ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും കൊടിയും തോറും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ഈ പ്രവചനം വരെ സമൂഹത്തിൽ പുലരുന്നത്
കടന്നു വരുന്നത്, പുലർന്നു വരുന്നത് കാണേണ്ടി വരികയാണ്. മാന്യ സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലും സമൂഹത്തിൽ കടന്നു വരുന്നത് കാണേണ്ടി വരികയാണ്. ലാത്ത എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മഹാനാണെന്ന് വിശ്വസിച്ചാൽ ഇനി ലാത്തയോടും തേടാമെന്നാണ് പുതിയ ഫത്വ. ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചാൽ മതി, എങ്കിൽ ലാത്തയോടും തേടാം. ലാത്ത മഹാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ശിർക്കല്ലെന്ന് മാത്രമല്ല തൗഹീദാണ് എന്നാണ്. കേട്ടോളൂ നിങ്ങൾ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16-ാമത്തെ വാല്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമറിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായ ഒരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം കയ്യിൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹീങ്ങളുണ്ട്, ആ സാലിഹീങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയമാണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് വെക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാമാകുന്ന അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധാർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫറാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ 1-ാം നമ്പർ ഇസ്തിഗാസയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ്, അത് കുഫറാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നതിന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹി ഈസാ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രയായും മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന രൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തുല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാസയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത വലിയുല്ലാഹി എന്ന കൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ വലിയ എന്ന മഹാത്മാവെന്ന കൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വലിയെന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ലേ ഇല്ല. കണ്ടോ, നമ്മൾ ആലോചിച്ച് നോക്കണം, ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം മാറി നിൽക്കുന്നത്, സമസ്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. ഒരിക്കലും ഒരു മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാഹി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഈ വാദവുമായി യോജിക്കാൻ കഴിയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വാദവുമായി യോജിക്കാൻ കഴിയില്ല. കാര്യമെന്താ നമുക്കറിയാം, 14 മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരുണ്യത്തിൽ വന്നിട്ട് തൗഹീദ് പറയുകയാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണോ, ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ലാത്തയല്ല, നിങ്ങൾ ആരാധിക്കേണ്ടത് ഉസ്സയല്ല, നിങ്ങൾ ആരാധിക്കേണ്ടത് മനാത്തയല്ല, നിങ്ങൾ ആരാധിക്കേണ്ടത് ഹുബുലല്ല, നേരെ മറിച്ച് ലാത്തയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇസ്മായിൽ നബിയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇസ്മായിൽ നബിയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾക്ക് അന്നം നൽകുന്ന റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധമായ തൗഹീദിന്റെ സുന്ദരമായ ആദർശം കേട്ടിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്നത് നമുക്കറിയാം എണ്ണപ്പെട്ട ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ വളരെ അങ്കുലി പരിമിതരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൂട്ടത്തിൽ ആ നാട്ടിലുള്ള അടിമകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അതിൽപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹാ. അബൂജഹലിന്റെ അടിമയായിരുന്ന മഹദി സുമയ്യ റളിയല്ലാഹു അൻഹാ താൻ അടിമത്തം പേറുമ്പോഴും അബൂജഹലിന്റെ അടിമയായി കഴിയുമ്പോഴും അതേ പ്രവാചകന്റെ നാവിൽ നിന്ന് കേട്ട തൗഹീദ് അതേ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തി കഴിഞ്ഞപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അവർ ഉൾക്കൊള്ളുകയാണ്. അവർ പ്രഖ്യാപിച്ചു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ മാത്രമാണ് ആരാധ്യൻ, മുഹമ്മദ് നബി കള്ളപ്രവാചകനല്ല, മുഹമ്മദ് നബി സാഹിറല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂനല്ല, നേരെ മറിച്ച് അല്ലാഹുവേ നിന്റെ ദൂതനാണ്, നിന്റെ പ്രവാചകനാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് പ്രഖ്യാപിച്ച് താൻ അതുവരെ ആരാധിച്ചു കൊണ്ടുവന്ന ലാത്തയുടെ വിഗ്രഹം തകർക്കുമ്പോൾ അത് വലിച്ചു പുറത്തേക്കിടുമ്പോൾ തന്റെ യജമാനൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല സമയ നിനക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഞാൻ ഏകനായ റബ്ബിനെ അറിഞ്ഞു, ഞാൻ എന്റെ രക്ഷിതാവിനെ അറിഞ്ഞു, ഞാൻ എന്റെ ഇലാഹിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അരിശമ്പൂണ്ട അബൂജഹല് ആ സുമയ്യയുടെ നേരെ കയർക്കുകയാണ്. എന്താ സുമയ്യ നീ പറയുന്നത്, എന്താ നീ വാദിക്കുന്നത്, മുഹമ്മദിന്റെ ആദർശം നീയും സ്വീകരിച്ചോ, ആ പുത്തൻവാദം നീയും സ്വീകരിച്ചോ, ഇത് ഒരിക്കലും നിന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റിയതല്ല, നീ എന്റെ അടിമയാണ്, നിന്റെ യജമാനൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ രാജിവെക്കണമെന്ന് പറയുമ്പോൾ തങ്ങളെക്കാൾ വലിയ യജമാനൻ രാജാതിരാജനായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ മാറ്റം വരുത്താൻ ഈ ദുനിയാവിലെ കേവലം യജമാനായ തങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലെന്ന് സുമയ്യ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ പ്രലോഭിപ്പിക്കുകയാണ് അബൂജഹൽ. എന്താ സുമയ്യ നിനക്ക് വേണ്ടത്, അതേ ഈ അടിമത്വത്തിൽ നിന്നുള്ള മോചനം വേണോ, നിനക്ക് പണം വേണോ, സമ്പത്ത് വേണോ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ വേണോ, എന്ത് വേണമെങ്കിലും നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്കൊന്നും വേണ്ടതില്ല, ഈ അടിമയായി കഴിയുന്ന അവസ്ഥയിലും അതേ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിലും എന്റെ ഈ വിശ്വാസം മാത്രം എനിക്ക് സംരക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്റെ കിങ്കരന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂജഹൽ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്, തൊഴിക്കുകയാണ്, ചാട്ടവാറുകൊണ്ട് ആ സ്ത്രീ ശരീരത്തെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ആ ഘട്ടത്തിലും ആ മഹദി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ, അബൂജഹലെ, നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ ആദർശത്തെ തകർക്കാൻ കഴിയില്ല, നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ മനസ്സിനെ തകർക്കാൻ കഴിയില്ല, നിന്റെ ചാട്ടവാറുകൊണ്ട് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു പോയ തൗഹീദിനെ തകർക്കാൻ കഴിയില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന മഹദി വിളിച്ചു പറയുമ്പോൾ അരിശമ്പൂണ്ട അബൂജഹല് വലിയൊരു കടാരയുമായി കടന്നു വന്നിട്ട് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കാലുകൾ മുറിച്ചു മാറ്റുകയാണ്, കാലുകൾ വെട്ടിമാറ്റുകയാണ്. കാലുകൾ നഷ്ടപ്പെട്ട് കടന്നു പിടയുന്ന സുമയ്യയുടെ മുഖത്ത് ലാത്തയുടെ വിഗ്രഹം കുത്തിക്കൊണ്ട് അബൂജഹൽ പറഞ്ഞു, വിളിയടി ലാത്ത എന്ന്, വിളിയടി ഉസ്സ എന്ന്. ആ സന്ദർഭത്തിലും മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ നാവ് കൊണ്ട് വിളിക്കില്ല, ലാത്ത എന്ന് വിളിക്കില്ല, ഉസ്സ എന്ന് വിളിക്കില്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ല ഏകനാണ്, അല്ല ഏകനാണെന്ന് വിളിച്ചു പറയുമ്പോ അതേ രക്തം പുരണ്ട തന്റെ കയ്യിലുള്ള ആ കടാര കൊണ്ടുവന്ന് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ രണ്ട് കൈകളും മുറിച്ചു മാറ്റിയിട്ട് ലാത്തയുടെ വിഗ്രഹം കൊണ്ടുവന്ന് മുഖത്ത് കുത്തിയിട്ട് അബൂജഹൽ പറയുന്നു, വിളിയടി ലാത്ത, വിളിയടി ഉസ്സ എന്ന് പറയുമ്പോ ഇല്ല, ഞാൻ വിളിക്കില്ല, ലാത്ത എന്ന് വിളിക്കില്ല,
ഉസ്സയെന്ന് വിളിക്കില്ല. അല്ലാഹു അഹദ്, അല്ല ഏകനാണ്, അല്ല ഏകനാണ്, അല്ല ഏകനാണെന്ന് വിളിച്ചു പറയുമ്പോ കൈകാലുകൾ നഷ്ടപ്പെട്ട ആ മാംസപിണ്ഡം അവശേഷിക്കുന്ന ഘട്ടത്തില്, അവിടെ കിടന്ന ആ മാംസഖണ്ഡം പിടയുന്ന ഘട്ടത്തില് ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്നിട്ട് ആ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് അബൂ ജഹൽ കുത്തിയിറക്കുമ്പോ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ് ഈ ലോകത്തുനിന്ന് യാത്രയായ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ രക്തസാക്ഷിയായ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ അംഗീകരിക്കുമോ സമസ്തക്കാർ അതിന്റെ ഈ വിശ്വാസം? ആ സുമയ്യ റളിയല്ലാഹു അൻഹ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമോ ഈ വിശ്വാസം? ലാത്ത ഒരു മഹാനാണെന്ന് വിശ്വസിച്ചാൽ ലാത്തയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് പറയുന്ന ഈ വാദം അംഗീകരിക്കാൻ ലോകത്ത് ഏതൊരു വിശ്വാസി സമൂഹമാണ് തയ്യാറാവുക? ഒരിക്കലും മാന്യ സഹോദരങ്ങളെ തയ്യാറാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആ ഒരു വാദമായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ സുമയ്യ റളിയല്ലാഹു അൻഹ ഈ രൂപത്തിൽ ശരീരം വികൃതമാക്കപ്പെട്ട രൂപത്തിൽ ഈ ലോകത്തുനിന്ന് യാത്രയാകുമായിരുന്നില്ല. മഹാനായ ബിലാൽ ഒരിക്കലും ഫതഹാഇന്റെ താഴ്വരയിൽ കിടന്ന് അടികൊള്ളേണ്ടി വരുമായിരുന്നില്ല. കാര്യമെന്താ? മഹാനാണെന്ന് വിശ്വസിച്ചാൽ മതി, പ്രശ്നം തീർന്നു. ലാത്തെ എന്നും വിളിക്കാം, ഉസ്സ എന്നും വിളിക്കാം, മനാത്തെ എന്നും വിളിക്കാം, യേശു എന്നും വിളിക്കാം, മറിയം എന്നും വിളിക്കാം. ഇനി യേശു എന്ന് വിളിക്കേണ്ടതില്ല, നേരെ മറിച്ച് യാ ഈസാ റൂഹുല്ലാഹി ഈസാ അല്ലെങ്കിൽ യാ വലിയത്തല്ലാഹി മറിയം അങ്ങ് പേര് മാറ്റിയാൽ മതി. അറബിയിലാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവല്, യാ വലിയത്തല്ലാഹി മറിയം. മലയാളത്തിലാകുമ്പോഴാ കന്യാമറിയം വരിക. അറബിയിലാകുമ്പോൾ യാ വലിയത്തല്ലാഹി മറിയം. ആ അറബികളായ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ മാന്യ സഹോദരങ്ങളെ, സമൂഹത്തെ ബാധിച്ച അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ചിന്താഗതിയെ അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി വാദഗതികളുമായി കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഈ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ആ സഹാബത്ത് ഒരു വിഷയത്തെ കണ്ടതുപോലെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. ഒരു ഖബർസ്ഥാൻ കണ്ടാൽ, ഒരു മഹാന്റെ ഖബർ കണ്ടാൽ ആ ഖബറിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഇരക്കുകയാണ്, തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയാണ്. വെറുതെയല്ല, ഒരു പണ്ഡിതൻ തന്നെ പറയുന്നത് കേട്ടുകൊള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഫത്വ കമ്മിറ്റി അംഗവും അഫ്സലായ ഉസ്താദുമായ MT അബ്ദുള്ള മുസ്ലിയാർ പറയുന്നു, ശൈഖുന ശംസുലയുടെ കൂടെ അദ്ദേഹം ഒരിക്കൽ സിയാറത്തിന് പോയി മുത്തപ്പേട്ട ദാവൂദ് വലിയുള്ള തങ്ങളവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ. മഹാനായ ശംസുലയും MT ഉസ്താദും സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ശംസുലമ തന്റെ ബാഗ് തുറക്കുന്നു. ബാഗ് തുറന്നിട്ട് അത് വൃത്തിയായി തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയ താൻ രചിച്ച ഒരു അറബി കവിത അത് വൃത്തിയായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പുറത്തെടുത്തിട്ട് വന്യരായ ശംസുലമ ദാവൂദ് വലിയ തങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് വിനയാന്വിതനായി ഭക്തിപൂർവ്വം അത് ചൊല്ലുന്നു. ചൊല്ലിയിട്ട് ആ മഖാമിന്റെ ഭിത്തിയിൽ അത് കൊടുത്തി തൂക്കി സലാം പറഞ്ഞ് തിരിച്ചു പോരുന്നു. എന്താണ് ആ കവിതയിലുള്ളത്? അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: യാ ശൈഖനായ ശൈഖ ദാവൂദ് ദൽ അലിയിൽ അക്രമി, യാ ശൈഖനായ ശൈഖ ദാവൂദ് ദൽ അലിയിൽ അഅ്ലമി, നഹ്നു മിൻകും ത്വാലിബൂന നഹ്നു ഫീകും റാഗിബൂൻ, നഹ്നു ഫീകും ആശിഖൂന നഹ്നു ഹഖൻ ഹാദിറൂൻ. അല്ലയോ ദാവൂദ് വലിയുള്ള തങ്ങൾ അവരുകളെ, അങ്ങയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ്, ആഗ്രഹത്തോടുകൂടിയാണ്, സഹായം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വിനീതൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ എന്താ പറയുന്നത്? ഖബറിന്റെ സമീപത്ത്, ദാവൂദ് വലിയുടെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് പറയാണ്. എന്താ പറയുന്നത്? യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ-അലിയിൽ അക്രമി, യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ-അലിയിൽ അഅ്ലമി, നഹ്നു മിൻകും ത്വാലിബൂന നഹ്നു ഫീകും റാഗിബൂൻ, നഹ്നു ഫീകും ആശിഖൂന നഹ്നു ഹഖൻ ഹാദിറൂൻ. ഓ ദാവൂദ് വലിയോരെ, നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളോട് തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളിൽ കൊതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഹാജരായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പരിഗണിക്കണമെന്ന് ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോട് ഇരക്കുകയാണ്. ഖബറാളിക്ക് വേണ്ടി റബ്ബിനോട് ഇരക്കുകയല്ല, നേരെ മറിച്ച് ഖബറാളിയോട് തേടുകയാണ്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗം, പ്രവാചകൻ പഠിപ്പിച്ച മാർഗം, പ്രവാചകന്റെ സഹാബത്ത്, ആ സഹാബത്ത് പഠിപ്പിച്ച മാർഗം ഇതാണോ? അവരെന്റെ ഖബർ കണ്ടില്ലേ? അവർ മഹത്തുക്കളുടെ ഖബറിന്റെ സമീപത്ത് പോയില്ലേ? പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? അതേ മഹദി ഹാനി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇദാ വഖഫ അലാ ഖബറിൻ, ഒരു ഖബറിന്റെ സമീപത്ത് അദ്ദേഹം നിന്നാൽ അവിടെ നിന്നുകൊണ്ട് പാട്ടുപാടുകയല്ല, അവിടെ നിന്നുകൊണ്ട് ഇരക്കുകയല്ല, നേരെ മറിച്ച് ബക്കാ, അദ്ദേഹം പൊട്ടി 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 കരയുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഹത്താ യബുല്ല ലിഹ്യതഹു, നെഞ്ച് വരെ നീണ്ടു കിടക്കുന്ന താടിരോമങ്ങൾ കുതിർന്നു പോകുമാറ് അദ്ദേഹം ഇതാ കരയുകയാണ്. ആ സന്ദർഭത്തിൽ ഫഖീല ലഹു, ആളുകൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. എന്താ ചോദിക്കുന്നത്? തദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കീ, അങ്ങയോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്രകാരം അങ്ങ് കരയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഖബറിന്റെ സമീപത്ത് വന്നു നിന്ന് എന്താണ് ഇത്രമാത്രം കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മഹാൻ നൽകുന്ന മറുപടി എന്താണെന്നറിയുമോ? ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും പ്രവാചകൻ പറഞ്ഞതെന്റെ മനസ്സിലുണ്ട്. എന്താണ് ആ പ്രവാചകൻ പറഞ്ഞതെന്നറിയുമോ? അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള കവാടങ്ങളിൽ ആദ്യത്തെ കവാടമാണ്. فَيَنْجُ مِنْهُ فَمَا بَعْدَهُ أَيْسَرُ مِنْهُ وَإِنْ لَمْ يَنْجُ مِنْهُ فَمَا بَعْدَهُ أَشَدُّ مِنْهُ. ആരെങ്കിലും ഈ ഖബറിൽ വിജയിച്ചാൽ പിന്നെ അവനങ്ങോട്ടുള്ള ബാക്കിയുള്ള വഴികൾ എളുപ്പമാണ്. ആരെങ്കിലും ഈ ഖബറിൽ പരാജയപ്പെട്ടാൽ പിന്നെ അവനങ്ങോട്ടുള്ള ജീവിതം പ്രയാസകരമാണ്. അതുകൊണ്ട് എന്റെ ഈ അവസ്ഥ, ഈ ഖബറിലെ എന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഈ ഒരു മാനസികാവസ്ഥ ഖബറിന്റെ സമീപത്ത് പോകുന്ന നമുക്കുണ്ടാകുന്നുണ്ടോ? ഈ ഒരു മാനസികാവസ്ഥയാണോ ഖബർ സിയാറത്ത് കൊണ്ട് നമുക്കുണ്ടാകുന്നത്? അല്ല. നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാ? ജാറത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാ? ദുനിയാവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, കച്ചവടം നഷ്ടത്തിലാണ്, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. മാല കളഞ്ഞു പോയിട്ടുണ്ട്, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. അതുപോലെ കുട്ടിയില്ല, അപ്പോഴാ ചിന്തിക്കുന്നത് ഇന്ന ജാറത്തിൽ പോകാം. ദുനിയാവിന്റെ പ്രശ്നങ്ങളുമായി ഈ ഖബറുകളുടെ സമീപത്ത് ചെന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ഈ ശൈഖിനോട് ചോദിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമായി ഈ സമൂഹം മാറുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമസ്ത എന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സമസ്ത എന്ന സംഘടനയ്ക്കെതിരെ നിലകൊള്ളുന്നത്. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിനുള്ള ന്യായമതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ജീവിതത്തിൽ തൗഹീദിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തൗഹീദുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ ആവശ്യമായ ആദർശം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ, അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നർ റുഖാ വത്തമായിമ വത്തിബലത ശിർകുൻ, തീർച്ചയായും അനിസ്ലാമികമായ മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഐക്കല്ലുകൾ, അപ്രകാരം തന്നെ അതേ ക്ഷുദ്രവിദ്യകള്, ആ വിദ്യകൾ കൊണ്ടുണ്ടാക്കുന്ന വളയങ്ങൾ അത് ധരിക്കുക എന്നത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക മാത്രമല്ല, ജാഹിലിയ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം അവർ മൃഗങ്ങൾക്ക് പോലും ഇപ്രകാരം ഐക്കല്ലുകൾ കെട്ടിക്കൊടുക്കാറുണ്ട്, വളയങ്ങൾ ധരിച്ചു കൊടുക്കാറുണ്ട്, അതേ രക്ഷാകവചങ്ങൾ മൃഗങ്ങൾക്ക് പോലും സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവർ വാഹനമായി ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾക്ക്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാം ഗജവീരന്മാരുടെ കഴുത്തിൽ വലിയ ഐക്കല്ലുകൾ, വലിയ തുടരിൽ വലിയ ഐക്കല്ലുകൾ ധരിച്ച ഗജവീരന്മാരെ കാണാം, ആനകളെ കാണാം. എന്തിനാണ് ആ ഐക്കല് ധരിച്ചിട്ടുള്ളത്? ഈ ഭീമാകാരനായ ജീവി, ആ ജീവിക്കുള്ള സുരക്ഷിതത്വമാണ്, അതിനുള്ള കാവലാണ്. ആ കാവലായിക്കൊണ്ട് വളയം ധരിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ജാഹിലിയ്യ കാലഘട്ടത്തില് ഒട്ടകങ്ങൾക്ക് വരെ ഈ രൂപത്തിൽ ഐക്കല്ലുകൾ കെട്ടിക്കൊടുക്കുമ്പോ, വടങ്ങൾ കെട്ടിക്കൊടുക്കുമ്പോ അത് ചൂണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഫഅർസല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൻ അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദ മിൻ വതരിൻ ഔ ഖിലാദത്തുൻ ഇല്ലാ ഖുതിഅത. അതേ ഒരിക്കലും ഒരൊട്ടകത്തിന്റെ കഴുത്തിലും നൂലുകൊണ്ടുള്ള ഒരു വടവും അവശേഷിക്കാൻ പാടില്ല. അവ പൊട്ടിച്ചു കളയാതെ, അത് വലിച്ചു പൊട്ടിക്കാതെ ഈ രൂപത്തിലൊരു മൃഗത്തിന്റെ കഴുത്തിൽ പോലും ഇത്തരത്തിലുള്ള വടമുണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൃഗത്തിന്റെ കഴുത്തിൽ പോലും ഈ വടമുണ്ടാകാൻ പാടില്ല, ഈ രൂപത്തിൽ രക്ഷാകവചമുണ്ടാകാൻ പാടില്ല. കാര്യമെന്താ? ഒരു മനുഷ്യന്റെ വിശ്വാസം, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വിശ്വാസം എന്തായിരിക്കണം? അത് ലോകത്തോട് ഒരു ചോദ്യമായി തന്നെ അവൻ ചോദിക്കുകയാണ്, ലോകത്തോട് അവൻ ഉന്നയിക്കുകയാണ്. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. ലോകത്തോടവൻ ചോദിക്കുന്ന ചോദ്യം, ഒരു മുസ്ലിം ചോദിക്കുന്ന ചോദ്യം, ഒരു വിശ്വാസി ചോദിക്കുന്ന ചോദ്യം, എന്റെ റബ്ബ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്റെ നാഥൻ എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ ആ ദുരിതത്തെ തട്ടിനീക്കാൻ ലോകത്തെ ഏതെങ്കിലും ശക്തികൾ കൊണ്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു കുബേരകുണ്ടം കൊണ്ട് കഴിയുമോ? അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വളയം കൊണ്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു ആനവാൽ മോതിരം കൊണ്ട് സാധിക്കുമോ? അതല്ലെങ്കിൽ കയ്യിൽ ധരിച്ച മോതിരത്തിലെ ഏതെങ്കിലും ഒരു കല്ലുകൊണ്ട് കഴിയുമോ? കയ്യിൽ കെട്ടിയ ആ കെട്ടിട്ട നൂലുകൊണ്ട് സാധിക്കുമോ? എന്റെ റബ്ബ് എനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൽഹുന്ന കാശിഫാതു ദുർരിഹി, ആ ദുർറിന്, ആ ദുരിതത്തെ തട്ടി നീക്കുവാൻ ലോകത്തെ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽഹുന്ന മുംസികാതു റഹ്മതിഹി. അതല്ല, എന്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യത്തെ തട്ടി നീക്കുവാൻ ലോകത്തെ ഏതെങ്കിലും ഒരു ശക്തിക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന നബിയെ എന്ന് ഖുർആൻ പറയുമ്പോൾ, ഇല്ല ഇല്ല, ഒരിക്കലും അതിന് ആർക്കും സാധ്യമല്ല. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബിനെ അത് ജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് മറുപടിയെങ്കിൽ ഖുൽ ഹസ്ബിയല്ലാഹ്, പറയൂ എനിക്ക് അല്ല മതി എന്ന് പറയൂ, എനിക്ക് അല്ല മതി എന്ന് പറയൂ. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, പരമേൽപ്പിക്കുന്നവർ അവരിലാണ് പരമേൽപ്പിക്കേണ്ടതെന്ന് പറയൂ, ആ അല്ലാഹുവിലാണ് പരമേൽപ്പിക്കേണ്ടതെന്ന് പറയൂ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന രൂപത്തില് അവൻ ധരിച്ച ഐക്കല്ല്, അതുപോലെ അവൻ ധരിച്ച കെട്ടിട്ട നൂലുകള്, മന്ത്രിച്ചൂതിയ നൂലുകള്, അതുപോലെ അവൻ ധരിച്ച രക്ഷാമോതിരങ്ങള്, ഒരിക്കലും അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, പ്രവാചകൻ പഠിപ്പിക്കുന്നത് പാടില്ലെന്ന് എന്നാണ്. അതൊരിക്കലും ഒരു വിശ്വാസം സ്വീകരിക്കരുത് എന്നാണ്. മാത്രമല്ല, മൻ ഖതാ തമീമതൻ മിനൽ ഇൻസാൻ കാന കഇദിൽ റഖബ, ആരെങ്കിലും ഒരുത്തന്റെ കയ്യിലുള്ള ഏലസ് മുറിച്ചു കളഞ്ഞാൽ, നീക്കിക്കളഞ്ഞാൽ അവന്റെ പ്രതിഫലം റസൂലുള്ള പറയുന്നത് കാന കഇദിൽ റഖബ, ഒരടിമയെ മോചിപ്പിച്ചവനെ പോലെയാണവൻ, ഒരടിമയെ മോചിപ്പിച്ചവനെ പോലെയാണവൻ, ഒരടിമയെ മോചിപ്പിച്ചവനെ പോലെയാണവൻ. ഐക്കല്ല് കെട്ടിക്കൊടുത്തവനെ കുറിച്ചല്ല പറയുന്നത്, നേരെ മറിച്ച് മൻ ഖതാ തമീമതൻ മിനൽ ഇൻസാൻ, ഒരുത്തന്റെ കയ്യിലുള്ള ഈ തമീമത്ത് ഐക്കല്ലുകൾ ഒരുത്തൻ മുറിച്ചു കളഞ്ഞാൽ, അത് വലിച്ചെറിഞ്ഞാൽ കാന കഇദിൽ റഖബ, ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ നൂലാകുന്ന ഐക്കല്ലാകുന്ന ഈ അടിമത്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് സമസ്തയാകട്ടെ, അതിന്റെ അവസ്ഥ എന്താ കേട്ടോളൂ. തൃക്കളൂർ സമരം എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ മലബാർ കലാപത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മലബാറിലൊക്കെ 1921 മുമ്പ് തന്നെ വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങളുണ്ടായിരുന്നു. സർ വില്യം ലോഗന്റെ മലബാർ മാനുവൽ പോലെ രേഖപ്പെടുത്തിയ സംഭവമാണ് തൃക്കളൂർ സമരം. ആ സമരത്തിൽ വളരെ ഗൌരവത്തോടുകൂടി കൊളക്കാടൻ കുട്ടി അസൻ എന്നൊരു വ്യക്തിയും ഏതാനും ആളുകളും ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി മലപ്പുറത്ത് ഒരു വലിയ പ്രകടനം നടത്തിയ ചരിത്രം പറയുന്നുണ്ട്. ആ പ്രകടനം നടത്തി ആ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് തൃക്കളൂർ എന്ന സ്ഥലത്ത് പോയിട്ട് അരീക്കോട് അടുത്തൊരു ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറി ഒളിച്ചു എന്ന് പറയുന്നു. അതൊരു വലിയ സംഭവമാണ്. സർ വില്യം ലോഗൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് അവരെ കൊല്ലുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം വന്ന് നോക്കുമ്പോ എങ്ങനെ വെടിവെച്ചാലും ഈ 12 ആളുകൾക്ക് വെടിയേൽക്കില്ല. ഉന്നം പടക്കുന്നു, വെടികൊള്ളുന്നില്ല. അങ്ങനെ വെടികൊള്ളാതിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാതെ നിവൃത്തിയില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ചു. ഡൈനാമിറ്റ് എന്ന സാധനം ഉപയോഗിച്ച് ഊട്ടുപുര തകർത്തപ്പോൾ ഇവർ മരണപ്പെട്ടപ്പോൾ ഇവരുടെ ശരീരം വലിച്ചു വെച്ചപ്പോൾ കയ്യിൽ നിന്ന് ഉറുക്ക് കിട്ടി. ആ ഉറുക്ക് അതാണ് അവർക്ക് വെടികൊള്ളാതെ രക്ഷപ്പെടുത്തിയത് എന്ന് അന്ന് ചില ആളുകൾ വളരെ ഗൌരവത്തോടുകൂടി മനസ്സിലാക്കുകയും ആ ഉറുക്ക് ബ്രിട്ടീഷുകാർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ നോക്കുമ്പോൾ അത് ഉറുക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ കൊടുത്തതായിരുന്നു. കണ്ടോ, ആ ഉറുക്കിന്റെ പവറായി പറയുന്നത്. ഉറുക്കിന്റെ പവറാ, വെടിവെച്ചാൽ പോലും കൊള്ളൂല. അങ്ങനെയാണെങ്കിൽ മാന്യത്തോതിന് എത്ര പട്ടാളക്കാർ സാധുക്കൾ വെടികൊണ്ട് മരിക്കാണ്. കാർഗിൽ യുദ്ധം നടക്കുമ്പോഴൊക്കെ നല്ല ഐക്കൽ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കുക, എല്ലാവരും കെട്ടിങ്ങ് പോവാ, നെഞ്ചു പിരിച്ചിങ്ങനെ നിൽക്കുക, ഒരു പ്രശ്നമില്ല. കാരണം എന്താ,
എല്ലാ വെടിയുണ്ട് ഐക്കിൽ തെറ്റി തെറിക്കുകയാണെന്നാണ്.